ഇത് നീ സമാധാനപ്പെട്. നമ്മൾ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടില്ല. അവരെങ്ങും പോയിട്ടുണ്ടാവില്ല. ആ സഹദേവനാരാണ്? ഞാനാണ് സാറേ. നിങ്ങളാണോ സ്റ്റേഷനിലേക്ക് വിളിച്ചത്? അതെ. എന്താ കാര്യം വിശദമായിട്ടൊന്ന് പറഞ്ഞേ. അല്ല, ഇന്ന് സ്കൂളിൽ പോയ പിള്ളേരെ ആ. ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. സ്കൂളിൽ പോയ കുട്ടികൾ തിരിച്ചു വന്നില്ല? സാധാരണ ഒരു സ്കൂൾ ബസ്സിലാണ് പോവാറ്. ഇന്ന് ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. ഉച്ചക്ക് സ്കൂൾ ബസ് വന്നു പോയപ്പോ പിള്ളേരെ അതിനകത്തില്ല. സ്കൂൾ ബസ് വന്നു പോയപ്പം കുട്ടികൾ അതിനകത്തില്ല. ഇല്ല. ഞാനപ്പോ സ്കൂളിലേക്ക് വിളിച്ച്. ആ. അപ്പൊ അവര് പറഞ്ഞ് ക്ലാസ് വിട്ടപ്പോ പിള്ളേര് പോയിന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ എത്തിയിട്ടില്ല സാറേ. വിളിക്കാത്ത സ്ഥലങ്ങളില്ല. രാവിലെ കുട്ടികളെ സ്കൂളിലേക്ക് വിട്ടപ്പം നിങ്ങളാണോ ഉണ്ടാക്കിയത്? അതെ, അവര് സ്കൂൾ ബസ്സിൽ കയറി പോയതാണ്. ആരാണ്? കുട്ടികളുടെ അമ്മയാണ്, എന്റെ വൈഫ്. എന്ത് ചെയ്യുന്നു? അവള് ഹൗസ് വൈഫാണ്. നമ്മളാരാണ്? അച്ഛനാണ്. അച്ഛനാണ്. എന്ത് ചെയ്യുന്നു? പ്രത്യേകിച്ച് ഇപ്പൊ ഒന്നും ചെയ്യണില്ല സാറേ. ഇപ്പോഴല്ല, നേരത്തെ എന്ത് ചെയ്തിരുന്നു? ബാർബർ ഷോപ്പ്. ബാർബർ ഷോപ്പ്. അപ്പൊ ഈ സ്കൂളിന്റെ അടുത്താണോ ബാർബർ ഷോപ്പ് ഉണ്ടായിരുന്നത്? അല്ലല്ല, നാട്ടില. എന്റെ സാറേ, പഴയ കാലത്താണ്, ഇപ്പോഴല്ല. അതൊക്കെ 10-25 വർഷം മുമ്പുള്ള കാര്യങ്ങളാണ്. നേരത്തെ ഞാൻ ഈ ചോദിച്ചു വന്നത് കുട്ടികൾ ഇനി സ്കൂളിൽ നിന്ന് ബാർബർ ഷോപ്പിൽ അങ്ങനെ പോയെന്ന് അറിയണ്ടേ, കാര്യങ്ങൾ ചോദിച്ചറിയണ്ടേ. നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമുണ്ടോ? സാറേ, ബാർബർ ഷോപ്പ് ഇതുമായിട്ടൊന്നും ബന്ധമില്ല. അതൊക്കെ വലിയ സ്ഥലത്ത് വരുന്നത്, അതും 10-25 വർഷം മുമ്പ്. എത്ര കുട്ടികളുണ്ട്? 3 പേരുണ്ട്. 3 കുട്ടികളെയും കാണാതായോ? 2 പേരെ കാണാനായിട്ടുള്ളൂ. അപ്പൊ ഒരാള് മേളിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. തമ്പി ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്തോണം കേട്ടോ. പേപ്പറും പേനൊക്കെ എടുത്തിട്ടുണ്ടോ? ഇതാ ഈ കൊള്ളാൻ സുഖത്തിന് കൊള്ളാം. നമ്മൾ പറഞ്ഞു വന്നത് പിള്ളേരെ കാണുന്നില്ല. കുട്ടികളെ കാണുന്നില്ല. ഈ കുട്ടികള് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഒരാൾ 6ാം ക്ലാസ്സിലും ഒരാൾ 4ാം ക്ലാസ്സിലും. 6ലും 4 4 10 19 20 30 അപ്പം കുട്ടികൾ മൈനറാണ്, പ്രായപൂർത്തിയായിട്ടില്ല. ഇതൊക്കെ മനസ്സിൽ വേണം. നിങ്ങളൊരു അത്യാവശ്യം ആ കുട്ടികളുടെ ഫോട്ടോ ഒന്ന് ഇദ്ദേഹത്തിന്റെ ആ മൊബൈലിലേക്ക് സെൻഡ് ചെയ്തു. നമ്പർ പറഞ്ഞു കൊടുക്കണം. 9388630158. ഇപ്പോഴത്തെ പടം അയക്കണം, സെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നിങ്ങൾ സ്കൂളിന്റെ പരിസരത്തൊക്കെ ഒന്ന് അന്വേഷിക്കുക. ഈ പൊതുസ്ഥലങ്ങൾ, ഗ്രൗണ്ട്, തിയേറ്റർ, അങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പെട്ടെന്ന് അന്വേഷിക്കുക. സംശയാസ്പദമായി എവിടെയെങ്കിലും കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ വിളിച്ചറിയിക്കണം കേട്ടോ. ശരി കേട്ടോ. സാറേ, അയച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു ചായ കിട്ടും. ചായ സാറേ, ഈ അവസ്ഥയിൽ എങ്ങനെയാണ് സാറേ അവള് ചായ എടുക്കുന്നത്? അപ്പൊ നിങ്ങൾ പോയിട്ടുണ്ട്. ശരി, അച്ഛാ ഒരു ചായ ഇടും. ആദ്യം ഇതിനൊരു തീരുമാനമാവട്ടെ, എന്നോട് ചായ കുടിക്കാം. എന്താ സഹിത ഒരു പോലീസ് ജീപ്പൊക്കെ പോകുന്നുണ്ട്, എന്താ അവിടെ പ്രശ്നം? ഒന്നും പറയണ്ടടാ. ഇതാരാ? അപ്പൊ സാറിന് എന്നെ അറിയാലല്ലേ? ഇവിടെ നേരത്തെ ഇരുന്ന സതീശൻ എന്ന് പറഞ്ഞ SI ഇല്ലേ, അദ്ദേഹത്തിന്റെ സ്ഥലം മാറ്റിയ ഞാനാ. അത്രയും നല്ലൊരു മനുഷ്യനെ സ്ഥലം മാറ്റിയ നീയാണ്? ഞാനാണ്. എന്താ നിന്റെ പേര്? കമലഹാസന്റെ പാർട്ടിയുടെ ഒക്കെ ഒരാളാ സഹദേവാ. എടാ, ഇന്ന് സ്കൂളിൽ പോയ പിള്ളേര് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. അത് അന്വേഷിക്കാൻ വേണ്ടി വന്നതാ സാറേ. അയ്യോ, അവരിതവരെ കൊണ്ട് ആക്കിയില്ലേ? അല്ല, അപ്പൊ ഞാൻ സ്കൂളിന്റെ ആൾക്കാർ ഇവിടെ കൊണ്ട് ആക്കിയില്ലെന്ന്. അതല്ലല്ലോ, തട്ടിക്കൊണ്ട് പോയവർ ഇവിടെ കൊണ്ടാക്കിയില്ലേ, അങ്ങനല്ല നീ ഉദ്ദേശിച്ചത്? അയ്യോ അല്ല, സ്കൂൾ ബസ്സിലാണല്ലോ എപ്പോഴും കുട്ടികൾ വരുന്നത്. ആ സ്കൂൾ ബസ് ഇവിടെ കൊണ്ട് അവരെ ആക്കിയില്ലെന്ന് ഞാൻ ചോദിച്ചത്. അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അങ്ങനെയാ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് അവനെ ശരിക്കും അറിയാമോ? അയ്യോ, ഡെയിലി ഇവിടെ വന്നതാണ് സാറേ. ആള് പാവമാണ്, അവനെ സംശയിക്കണ്ട. പാവാ സാറേ, ഞാൻ ഒരു ഉപദ്രവം ഇല്ലാത്തവനാ. തട്ടിക്കൊണ്ടുവരെ എന്റെ കൈ കിട്ടും. അവന്മാരെന്റെ കൈ കിട്ടിയാണല്ലോ. നീ ഒന്നും തിരക്കണോടാ. ഇപ്പൊ തന്നെ പോയി തപ്പാ. എവിടെയെങ്കിലും പിള്ളേരെ കാണണേ അപ്പൊ തന്നെ വിളിച്ചോ. ഞാൻ വിളിച്ചോണ്ട് വരാം കേട്ടാ. മനസ്സിലാ, കാര്യമായിട്ടൊന്നും തിരക്കേക്കണേ. തിരക്കാം. ശരി. ഞാൻ അടുക്കള കിടക്കും. ഈ വാതിൽ നിങ്ങൾ പൂട്ടിയിട്ടിരിക്കല്ലേ? നിങ്ങൾ തന്നെ പണിയായി കാണിക്കുന്നേ. ആ കുഞ്ഞുങ്ങളെ കൊണ്ടേ ആക്കാൻ നോക്ക്. ഞാൻ അവിടെ ചെന്നപ്പോ പോലീസിന്റെ ബഹളവാ. ആ SI ഒരു കാരണമില്ലാതെ എന്റെ ചെവിക്കല്ലോട്ടോ കേട്ടി. പിന്നെ പൊന്നിച്ച പറഞ്ഞു കണ്ണി കൂടെ.
ഞങ്ങളെ സംശയമുണ്ടോ? പുള്ളി നിങ്ങളെ സംശയമില്ല, എന്നെ സംശയമില്ല. പക്ഷെ എന്തൊക്കെയോ ഒരു ഡൗട്ട് പുള്ളിയുടെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നുണ്ട്. എന്നെ കുറെ കുടയുന്ന രീതിയിൽ ചോദിച്ചു, പക്ഷെ ഞാനൊന്നും വിട്ടുകൊടുത്തിട്ടില്ല. നിങ്ങൾ എങ്ങനെയില്ല കുഞ്ഞുങ്ങളെ കൊണ്ട് ആക്കാൻ നോക്കാം അങ്ങോട്ട്. അവര് പോകണ്ടായോ? ഞങ്ങൾ കൊണ്ടുവിടുമെന്ന് പറഞ്ഞപ്പോ അവര് പറയുവാ, എങ്ങാനും നിങ്ങൾ ഞങ്ങളെ കൊണ്ടുവിട്ടാ ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയത് നിങ്ങളാണെന്ന് ഞങ്ങൾ പറഞ്ഞുവന്നു. പോലീസ് പിടിപ്പിക്കുമെന്ന്. എടാ ഞങ്ങള് ബിരിയാണി വാങ്ങിച്ചു കൊടുത്തു, ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു, പിസ്ത വാങ്ങിച്ചു പിസ്സ വാങ്ങിച്ചു കൊടുത്തു. ഇപ്പൊ അതേ ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ചു കൊടുത്തേച്ചിരിക്കുക. എന്നിട്ടും പോകുന്നില്ല. ഇതിപ്പോ ചുരുക്കി പറഞ്ഞ വേലി ഇരുന്നതിനെ എടുത്തതുപോലെ ആയിപ്പോയി. എങ്ങനെയെങ്കിലും കൊണ്ട് ആക്കില്ലേലുണ്ടല്ലോ നിങ്ങൾ രണ്ടുപേരും പെടും, അത് ഉറപ്പാ. എങ്ങനെ കൊണ്ടാക്കുമെന്ന് എന്തായാലും നിങ്ങൾ ആലോചിക്കുക എങ്ങനെയാന്നുള്ളത്. ഞാൻ പാർട്ടി ഓഫീസറിൽ പോയിട്ട് ഓടി വരാം. ഈ ഐഡിയ പറഞ്ഞത് നീയാ? ഐഡിയ പറഞ്ഞു തന്ന ഉടനെ അതേപോലെ ചെയ്യുവാണോ? കൊച്ചു കുഞ്ഞുങ്ങളെയാണ് നിങ്ങൾ തട്ടിക്കൊണ്ട് പോകുന്നത്. എല്ലാത്തിനും ഒരു മര്യാദയില്ലേ? എന്തായാലും പോലീസ് പിടിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നെ എങ്ങാനും പോലീസ് പിടിച്ചാൽ എനിക്ക് ജാമ്യത്തിൽ ഇറങ്ങാൻ പറ്റിയിട്ട് പോലുമില്ല. ഉണ്ടായിരുന്ന പറ്റിയിട്ട് ബാങ്കിൽ വെച്ച് 5000 രൂപ ലോൺ എടുത്തിരിക്കാൻ ഞാൻ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കും, ഞാൻ പോയിട്ട് വരാം. അല്ലാതെ വേറെ മാർഗ്ഗമില്ല. ഒന്നും പറയണ്ട ചേച്ചി, ഇതിന് രണ്ടുപേരോട് ആലോചിക്കും. അവര് ചോദിച്ചാൽ ഞാൻ നിങ്ങളുമായിട്ട് ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഇറങ്ങട്ടെ, എന്നാ ഈ വഴി തന്നെ പോവുക. ഒന്നുമില്ല. ഇല്ല, കാണിച്ചിട്ട് പോവല്ലേ. ഇപ്പൊ എന്തോ ചെയ്യും? നമ്മുടെ മൊത്തം പോലീസാന്നല്ലേ പറഞ്ഞു. ഞാൻ ആലോചിച്ചിട്ട് ഒരു മാർഗവും കാണുന്നില്ല. രണ്ടുപേരും നല്ല സുന്ദര കുട്ടപ്പന്മാരായി. സന്തോഷമായല്ലോ മക്കൾക്ക്. ഇനിയിപ്പം നമുക്ക് നിങ്ങളുടെ വീട്ടിലോട്ട് പോണം. വേണ്ട വേണം വേണ്ട വേണം വേണ്ട വേണം. വേണ്ട. വീട്ടിൽ ആൾക്കാരുണ്ട്. ശരി, വല്യച്ഛൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് മീൻ പിടിക്കാം. എന്നാ പോവല്ലേ? മീൻ പിടിക്കാനൊന്നും പോകാൻ പറ്റത്തില്ല. എടാ, അപ്പുറത്ത് നിന്റെ വീട്ടിൽ പോലീസുകാരൊക്കെ വന്നിട്ടുണ്ടെന്ന്. പോലീസുകാർ വന്നിട്ടുണ്ടോ? യെസ്. എടാ, അവരുടെ മുമ്പിൽ കൂടെ പോയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ പിടിക്കും. നടക്കുന്ന കാര്യമല്ല. മാത്രമല്ലടാ, വല്യച്ഛനും പോലീസിനെ പേടിയാ. സത്യമല്ലേ മോനല്ലേ? ഏതായാലും പോലീസൊക്കെ വന്ന സ്ഥിതിക്ക് ഞങ്ങൾ വീട്ടിലോട്ട് പൊക്കോളാം. എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ തട്ടിക്കൊണ്ടു വന്നാന്ന് പറയാം. എന്നാ പിന്നെ നമുക്ക് ചൂണ്ടിയിടാൻ പോവാം. അതിപ്പോഴേ മോനല്ലേ, പോലീസുകാരുടെ മുമ്പിൽ കൂടെ നമ്മളെങ്ങനെയാ പുറത്തോട്ട് പോന്നേ? എനിക്കറിയാൻ മേല. വലിയ ഒരു കാര്യം ചെയ്യും. വലിയ കാർ എടുത്ത് നമ്മുടെ ലീലാൻഡിന്റെ വീട്ടിൽ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങളെ വീടിന്റെ പിന്നാലെ കൂടെ വന്ന് കയറിക്കോളാം. അന്തം വിട്ട് നിൽക്കണെന്താ? നമുക്ക് പോവാം. പിന്നെ വണ്ടി എടുക്കും. വണ്ടി എടുക്കാം.